ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ കുറച്ച് സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സിന്റെ ജെന്യൂൻ ഓയിൽ ആയിട്ടുള്ള TMGO ഓയിൽ. അപ്പം ആ ഒരു ഓയിലിന്റെ കുറച്ച് നമ്മൾ ഫ്ലീറ്റ് ഓണേഴ്സിനെ കണ്ടു, അതേപോലെ തന്നെ ഒരു മെക്കാനിക് വർക്ക്ഷോപ്പിൽ പോയി. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെയർ പാർട്സ് ഷോപ്പിലാണ് കേട്ടോ. സെന്റ് ജോർജ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി പള്ളിക്കര അടുത്തുള്ള ഒരു ഷോപ്പിലാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം ടാറ്റ മോട്ടോഴ്സിന്റെ ഓയിൽസ് ഇവിടെ കാണാം. എല്ലാവരും വാങ്ങുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഇതിന്റെ ഓണർക്ക് എന്താ നമ്മുടെ ഈ ഒരു ഓയിലിനെ പറ്റി പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ കൂടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണർ ബിജി ഉണ്ട്. ഹായ് ചേട്ടാ. നമ്മുടെ ഇവിടെ ഒരുപാട് പല മോഡൽസ് നമ്മൾ കണ്ടു. അപ്പം എത്ര നാളായിട്ട് നമ്മുടെ ഈ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ ജെന്യൂൻ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്? എന്തുകൊണ്ടാണ് എടുക്കാനുള്ളൊരു കാരണം? ടാറ്റ മോട്ടോഴ്സ് ഈ ഓയിൽ ഇറക്കിയപ്പോൾ തൊട്ട് ഞങ്ങളടുത്ത് വന്നവരുടെ റപ്പന്മാർ വരെ ഇതിനെക്കുറിച്ചുള്ള ഒരു നമുക്ക് പ്രബോധനം തന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് എടുത്ത് നോക്കി. കസ്റ്റമേഴ്സിന് കൊടുത്തപ്പോൾ നല്ല അഭിപ്രായമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പെട്ടെന്ന് കറക്കുന്നില്ല, മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെ ലാസ്റ്റിംഗ് കൂടുതൽ കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള അഭിപ്രായത്തിലാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ കൊടുത്തവർ വീണ്ടും നമ്മൾ ആവശ്യപ്പെടാൻ നോക്കിയപ്പോൾ മറ്റ് പല ബ്രാൻഡായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഇത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അവർ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. പല ഉപഭോക്താക്കൾ അവർ വർക്ക്ഷോപ്പിൽ പറഞ്ഞ് വർക്ക്ഷോപ്പുകാരും പല കസ്റ്റമേഴ്സിനും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ ആണ് ഇത് കൂടുതലായിട്ട് വെക്കാനായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാനിതിപ്പോൾ ഒരു 3.5-4 വർഷമായിട്ട് ടാറ്റയുടെ വണ്ടികൾക്ക് അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഓയിൽ ഒഴിക്കുമ്പോൾ ആ ഒരു നമുക്ക് പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് റെഗുലർ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ടാറ്റ മോട്ടോഴ്സിന്റെ ജെന്യൂൻ ഓയിൽ വന്നപ്പോഴത്തേക്കും ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ യൂസേഴ്സിനൊക്കെ കൺവേർട്ട് ചെയ്യാൻ പാടായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? പൊതുവേ നമ്മൾ 20 വർഷമായി ഞാൻ ഈ സ്ഥാപനം നടത്തുന്നു. അപ്പോൾ നമ്മളിൽ ഒരു വിശ്വാസമുണ്ട്. ഇവിടുത്തെ മെക്കാനിക്കന്മാർക്കാണെങ്കിലും ഫ്രീ ടോൺസ് ഗ്രാമപ്രദേശമാണല്ലോ, സിറ്റി അല്ലല്ലോ. അപ്പോൾ ഡെയിലി വരുന്ന ആളുകളാണ്, നമ്മളിലൊരു വിശ്വാസം അവർ അർപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്ന സമയത്ത്, ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് പോപ്പുലറിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ എല്ലാവരും വന്ന് നമ്മളോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അവരിവിടെ ഒരു ദിവസം വാൻ ക്യാമ്പയിനൊക്കെ ചെയ്തു. ഞാൻ ബ്രോഷറൊക്കെ വെച്ച് അതിനെപ്പറ്റി ഒരു ബോധം കൊടുത്തു ഇവർക്ക്. അതിനുശേഷം മെക്കാനിക്കന്മാരോട് നമ്മളുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കന്മാരെ അത് അംഗീകരിക്കും. അങ്ങനത്തെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രാവശ്യം കൊടുത്ത് അവർ യൂസ് ചെയ്തു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ OE ആണെന്നുള്ള ആ ഒരു ബോധം ഉണ്ടല്ലോ, അത് കൂടുതൽ നമുക്കിതിനെ ഒരു പ്രചോദനമായി. അപ്പോൾ അവർ വീണ്ടും വന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണിത് കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ചേട്ടാ, ഈ ഒരു TMGOയുടെ പാക്കിംഗ് ഒക്കെ ആദ്യം മുതൽ എങ്ങനെയാണോ, അല്ലെ കസ്റ്റമേഴ്സൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ എന്താ പറയുന്നത്? തുടക്കത്തിൽ കൊണ്ടുവന്ന പാക്കിങ് ഒരു അട്രാക്റ്റീവ് ഇതല്ലായിരുന്നു ആളുകൾക്ക്. മറ്റുള്ള ആകർഷിക്കാനുണ്ട്. മറ്റുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ആകർഷണക്കുറവുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ പാക്കറ്റ് ഇപ്പോൾ വന്നേക്കുന്നത് കുറച്ചുകൂടെ ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പാക്കറ്റ് മറ്റുള്ള പരസ്യങ്ങളൊക്കെ നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. പിന്നെ TMGO നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തെ പറ്റിയുള്ള ഓവറോൾ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ ഒരു അഭിപ്രായം എന്താണ്? കസ്റ്റമർ എല്ലാവരും സാറ്റിസ്ഫൈഡ്. കാരണം നമ്മളൊരു സാധനം കൊടുത്തിട്ട് നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മളൊരു വിശ്വാസം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള ഓയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അവർ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. പെട്ടെന്ന് കറുത്ത് പോകുന്നു, കുറുകുന്ന കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇത് കൊടുത്തിട്ട് ഇതുവരെ എനിക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. ആ വിലയുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ഓയിലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ്. പിന്നെ ഉപയോഗിക്കുന്നവർ വീണ്ടും വന്ന് വാങ്ങിക്കുന്നുണ്ട്, ഓർഡർ തരുന്നുണ്ട്. ഒരു വണ്ടിയിൽ പരീക്ഷിച്ചിട്ട് 10-16 വണ്ടിയുള്ളവരൊക്കെ ഒരു വണ്ടിയിൽ പരീക്ഷിച്ച് നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി മെക്കാനിക്കിനെ നമ്മൾ ബോധവൽക്കരണം ചെയ്തിട്ട് അവർ കൂടെ സമ്മതിച്ച് ഇത് ഒഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. അടുത്ത വണ്ടികൾ മറ്റുള്ള വണ്ടികളിലെല്ലാം അത് അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാഭത്തിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോഴത്തേക്കും TMGOയുടെ വില നോക്കുമ്പോൾ മറ്റ് ബ്രാൻഡ്സുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഇപ്പോൾ പൊതുവേ മാർക്കറ്റിൽ എല്ലാ ഓയിലിനും വിലയുണ്ട്. ഒരുവിധം ബ്രാൻഡഡ് ഓയിലുകൾക്ക് എല്ലാത്തിനും വിലയുണ്ട്, അതിനനുസരിച്ച് ലാസ്റ്റിങ്ങും ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടാറ്റയുടെ ഓയിലിന് വലിയ വില കൂടുതലെന്ന് പറയാനൊക്കത്തില്ല. കൂടാതെ അത് OE ആണെന്നുള്ളൊരു മുൻഗണനയും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, വലിയ വില കൂടുതലില്ല എന്നാണ് പറയാം. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ TMGO പ്രോഡക്റ്റ് മാത്രം കിട്ടുന്നൊരു സ്റ്റോറാക്കി മാറ്റാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ എൻ്റെ കടയിലുള്ള ഒരു 90% ഓയിലും TMGOയുടെ തന്നെ ഓയിലാണ് ഉള്ളത്. പിന്നെ ഇതൊരു ഗ്രാമപ്രദേശം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് 2 ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട്. ചിലർക്ക് കുറഞ്ഞ ഓയിലും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓയിൽ തന്നെയാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോപ്പുലറിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്. അവയിൽ ചിലപ്പം അതിലേക്ക് നമ്മളൊരു കൺവെർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 90% TMGOയുടെ ഓയിൽ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ TMGO കുറേ നാളായിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തുകൊണ്ടും നമുക്ക് ലാഭമുള്ളത് കൊണ്ടുമാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് എല്ലാ പ്രോഡക്റ്റും അവരോട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്കും ഉണ്ട്. നമുക്ക് അധികം ലേറ്റ് ആവാതെ നമുക്ക് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതും OE കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ മറ്റ് ഓയിൽ ബ്രാൻഡുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ
TMGO കൈകാര്യം ചെയ്യുന്നതിനോ സൂക്ഷിക്കുന്നതിനോ പ്രത്യേക പരിഗണന ആവശ്യമുണ്ടോ? അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും ആവശ്യമില്ല. നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഉത്തരം പെട്ടെന്ന് അവരിവിടെ നമുക്ക് സാധനം എത്തിച്ചു തരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെ പറ്റി ഒന്ന് പേഴ്സണലി എന്താ പറയാനുള്ളത്? ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അതിനകത്ത് സെർവോ ഓയിലായിരുന്നു ഇതിനകത്ത് പാക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അത് ടാറ്റയുടെ പാക്കിംഗ് ആണ്. അപ്പം അത് മെക്കാനിക്കന്മാരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. കാരണം അവർ വർഷങ്ങളായിട്ട് സെർവോ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് അതിൻ്റെ ഹോളോഗ്രാം കാണുമ്പോൾ അറിയാം സെർവോ ആണ് ഇതിനകത്ത് പാക്ക് ചെയ്തിരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷന് ഇടവരാറില്ല. ഇപ്പോൾ വന്ന് അവർ ചോദിക്കുന്നു, ഇപ്പോൾ അത് നോക്കാറില്ല. ടാറ്റ ഓയിൽ ഒറിജിനൽ എല്ലാവർക്കും ഫെമിലിയർ ആയി ഒരു. അതെ. ഓക്കെ. പിന്നെ മറ്റു റീറ്റെയിൽ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രത്യേക സന്ദേശമോ കാര്യങ്ങളോ പറയാനുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓയിൽ ചെയ്യുക. എപ്പോഴും നമുക്ക് അപ്പോൾ ഒരു ഉറപ്പുണ്ട്. ഓയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്, വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ഒരു സംതൃപ്തിയുണ്ട്. ഓയിൽ ആണല്ലോ ഒഴിച്ചിരിക്കുന്നതെന്നുള്ള ആ ഇതുണ്ട്. അതിനനുസരിച്ച് ലാഭമുണ്ട്. നമ്മൾ വെക്കുന്നതിൽ നമുക്കത് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളോട് എനിക്കത് പറയാനുള്ളത്, ഇത് പ്രൊമോട്ട് ചെയ്യുക, ഈ നമ്മുടെ ടാറ്റയുടെ ഓയിൽ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ബിജി ചേട്ടൻ ഇത്രയും നേരം കൊണ്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ ജെനുവിൻ ഓയിലിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്തു. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ഒരു അറിവിലും ഇപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഇത്രയും വിപുലമായിട്ട് ടാറ്റയുടെ ഈ ഒരു ജെനുവിൻ ഓയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ വെഹിക്കിൾസിലും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി അതിനമർലി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.